ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? കാരണം കുറെ നാളായിട്ട് ഈ പുള്ളിക്കാരി കപട ഭക്തി കാണിച്ച് ഭക്തന്മാരുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. കൃഷ്ണ ഭക്തയായ ഒരു മുസ്ലിം യുവതി, അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി എന്ന് കേട്ടപ്പോ എല്ലാവരുടെ ഉള്ളില് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. സ്വാഭാവികം. ചില പൊട്ടന്മാര് ഇതിന്റെ പേരില് ഈ പുള്ളിക്കാരി എടുത്ത് പൊക്കിക്കൊണ്ട് നടന്നു. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിലാക്കരുത്. പണ്ടത്തെ പോലെ തടി കളിക്ക് പണിയെടുക്കാനുള്ള താക്കത്തില്ല മോനെ. അങ്ങനെ പൊക്കിക്കൊണ്ട് നടന്ന് ഈ പുള്ളിക്കാരി അങ്ങ് വൈറലായി. അങ്ങ് കയറി കയറി ഏറ്റവും ടോപ്പിൽ അങ്ങ് പോയിരുന്നു. ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ പൊട്ടന്മാര് കാരണമാണ് ഇവരിങ്ങനെ വൈറലായത്. കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന, ഹിന്ദു ദൈവങ്ങളുടെ പടം വരയ്ക്കുന്ന ഒരുപാട് അന്യമതസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ കറ തീർന്ന കലാകാരന്മാരാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരി കാണിക്കുന്ന പരിപാടി പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം. ഗുരുവായൂർ അമ്പലത്തിലാണ് 24 മണിക്കൂർ ടെന്റ് കെട്ടി എവിടാണെന്ന് തോന്നുന്നു താമസിക്കുന്നത്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. അവിടെ പോയി കൃഷ്ണന്റെ ശരീരത്ത് മാലയിടുന്നു, കൃഷ്ണന് എന്താണ്ടൊക്കെ കൊടുക്കുന്നു. പിന്നെന്തുവാ, ബർത്ത്ഡേ ആഘോഷം, കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിന്റെ മുറ്റത്ത് നിന്ന്. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു ക്ഷേത്രത്തിൽ കയറി അനാവശ്യമായിട്ട് അവരുടെ ആ ഒരു താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്ത്, പ്രഹസനം, അതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കുറച്ചുപേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.